ഈ സിനിമ കഴിയുമ്പോഴെങ്കിലും എൻ്റെ പേര് അസ്കർ അലി എന്ന് അറിയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് അസ്കർ അലി എന്നാണ്. എടാ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ കോളേജിന് മുന്നിൽ ഞാൻ വായി നോക്കാൻ വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ കോളേജിന്റെ അകത്ത് കയറി പറ്റാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ 29-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാവുകയാണ്. അത് നമ്മുടെ പടമായി മാറട്ടെ, നിങ്ങൾക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെടട്ടെ, നിങ്ങൾ എന്നെ ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിക്കയുടെ സ്വന്തം അനിയനാണ് അസ്കർ അലി. കുറച്ചു പേർക്കെങ്കിലും ഇവിടെ അറിയാത്തതായിട്ട് എനിക്ക് തോന്നി. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. അതിലൊരു സംശയമില്ല, എന്റെ ചേട്ടൻ തന്നെയാണ്. ആ കാര്യത്തിലല്ല നമ്മുടെ മെയിൻ പ്യാരിക്കിയാക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ചോദിക്കാവുന്നതാണ്. മേനെ പേർക്കിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു. ഇല്ല, ഭയങ്കര സന്തോഷം. നമുക്ക് സംസാരിക്കാം, നമുക്ക് സമയമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പടത്തിലെ നായകൻ ഹൃദു ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു സമയം വരാൻ പോവാണ് മക്കളെ. അവനൊരു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അടുത്ത നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഹൃദു ആണ്. താങ്ക് യു അസ്കർക്ക് ഹൈപ്പിന്. എല്ലാവർക്കും നമസ്കാരം. എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. 29th നമ്മുടെ സിനിമ ഇറങ്ങുവാണ്. മാക്സിമം ഇവിടെ ഇത്രയും ക്രൗഡും എനർജി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ ടീച്ചർ എല്ലാവരും കണ്ടു. 29th ഇറങ്ങുവാണ്. എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് എന്തായാലും വേണം. താങ്ക് യു ഗൈസ്. യെസ്, ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആവേശത്തിൽ കണ്ട മറ്റാരുമല്ല, ലെറ്റ്സ് വെൽക്കം മിഥുൻ. എന്തോ ഓണാണ് ഞങ്ങളെ മേനെ പേടിക്കുക. ടീച്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? അപ്പോൾ നമ്മുടെ പടം ഇറങ്ങുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. അപ്പോൾ കോളേജിൽ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ടീമിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ മുതുട്ടി ചേട്ടാ, അവിടെ ഒരു ആവശ്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആവേശത്തിലെ ഡയലോഗ് അല്ലേ? ആവേശത്തിലെ ഡയലോഗ് എന്ന് പറയാമോ? സീനിയേഴ്സാണ്, പറഞ്ഞു കേട്ടാ മതി. കോളേജിലും പോയിട്ടുണ്ട്. PG മറ്റേ MA BA പഠിച്ച കോളേജിൽ, കാരണം പഠിച്ച കോളേജിൽ നമുക്ക് പോകണമല്ലോ ഷോ ഇറക്കാൻ വേണ്ടി. സോ അതല്ലാണ്ട് ഞാൻ പോയിട്ടുള്ള ഒരു കോളേജ് ഇതാണ്. ഇനി ഇവിടുന്ന് വേണം ബാക്കി കോളേജിലോട്ട് പോയി തുടങ്ങാൻ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇത്രയും നാൾ എന്തിനും നോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് അഗൈൻ. അപ്പോൾ എല്ലാവരും മൂവ് ആയി കാണുക. ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്നറിയാം. ബാക്കി പേര് പറയാം സിനിമയെ പറ്റി. അടുത്തത് യൂട്യൂബ് കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അതിന് ഞാൻ എക്സാമ്പിൾ ആണെന്നാണോ? എക്സാമ്പിളൊന്നും അല്ല, നല്ലോണം അത് എവിടെ പണിയെടുത്താലും നമുക്ക് കോടീശ്വരനാകാമല്ലോ. നമ്മൾ ചെയ്യുന്ന സാധനത്തിനോട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ 1 million സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റും? ഓക്കെ, അടുത്ത നമുക്ക് വീണ്ടും മൈക്ക് കൊടുക്കാൻ പോകുന്നത് ശ്രീകാന്ത് ചേട്ടനാണ്. മമ്മൂട്ടിനെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മൂക്കാനെ അവന് പഠിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല. ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കട്ട് പേസ്റ്റ്, അതാണ് പരിപാടി. സ്റ്റേജിലേക്ക് നടക്കുന്നില്ല. ശ്രീകാന്ത് ചേട്ടാ, ഓക്കെ, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ എന്ത് ഉപദേശമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്? ബട്ട് ഓൺലൈൻ ക്ലാസ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മയ്ക്ക് ഫോണിന് റേഞ്ച് ഉണ്ട്, എൻ്റെ ഫോണിന് റേഞ്ച് ഇല്ല. അതുപോലെ ഒന്നും കാണിക്കാതെ പഠിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മ എന്ത് പറയും? അമ്മ സുഖമായിട്ടിരിക്കുക. എനിക്കത് അമ്മ ഫാൻസ് ഇവിടെ കൂടുതലായിരിക്കും ശ്രീകാന്തേട്ടൻ്റെ. അമ്മയോട് ഞങ്ങളുടെ ഒരു ആശംസ അറിയിച്ചെന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾ അന്വേഷിച്ചത് അമ്മയോട് പറഞ്ഞേക്കാം. ഓക്കെ, യെസ്. ഓക്കെ, മിഥുട്ടി പാത്ത് വയ്ക്കുകയാണ്. മിഥുട്ടി എന്നെ വിളിക്കരുത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ്.
ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഫാമിലി ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ആവേശത്തിന് മുന്നേയും ആവേശത്തിന് ശേഷവും ജീവിതത്തിന്റെ ഒരു മാറ്റം എങ്ങനെയാണ്? ഇല്ല, ഒരു മാറ്റമില്ല. തന്നെ ഞാൻ ഇടയ്ക്ക് മിഥുട്ടിനെ നമ്മുടെ ബാഗ്ദാദ് വെച്ച് കാണാറുണ്ട്. ഏതാ ബാറാ? ബാഗ്ദാദ് ചായക്കടയിൽ. ഓക്കെ, ഇപ്പം ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിച്ചു, അല്ലെങ്കിൽ ആവേശം പോലെ ഓൾ ഇന്ത്യ റീച്ച് കിട്ടിയ ഒരു പടം. അപ്പം ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് അത് നമ്മളിപ്പോൾ സീനിയറായിട്ട് ഒരാൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആളുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ആവും. അപ്പോൾ കുറേ കാര്യങ്ങൾ ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അഭിനയം എന്താണെന്ന് നമ്മൾ അവിടെ പോയി നോക്കി നിൽക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഷൂട്ടിൻ്റെ സമയത്ത് പോലും എനിക്കവിടെ അവിടെ പോയി നിന്നിട്ട് ഷൂട്ടും കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല, നമുക്ക് മനസ്സിലിങ്ങനെ വരുന്ന സ്വഭാവമാണ്. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം മിഥുട്ടിയോട് ചോദിക്കാനുണ്ടോ? ഇല്ല, ആർക്കെങ്കിലും? എനിവൺ? ബാഗ്ദാദിൽ എപ്പോഴാണ് വരുന്നത്? ആര്? ബാഗ്ദാദിൽ എപ്പോഴാണ് വരുന്നത്? ബാഗ്ദാദിൽ ചായക്കടയില അവിടെ വെച്ച് കണ്ടായിരുന്ന ബ്രോ മനസ്സിലായില്ല. ഓ വരാം ഞങ്ങളൊക്കെ വരാം. ഈ പരിപാടി കഴിഞ്ഞ് ചായ കുടിക്കാൻ പോകുന്ന പറഞ്ഞു. പോവാം. മിഥുട്ടി ഒരു പാട്ട് പാടാമോ? മിഥുട്ടി ഓക്കെ, സംശയമാണോ? അല്ല, ചോദിച്ചു. ഞാൻ ഋതു. ഓക്കെ, ഋതുചേട്ടനോടാണ്. ഓൾ ഇമാജിനസ്ലായിട്ട് കണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത്. അതാണ് പേര് പിടിച്ചത്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുമ്പം എങ്ങനെയുണ്ടായിരുന്നു? ക്യാൻസറൊക്കെ പോയി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ക്യാനിൻ്റെ എക്സ്പീരിയൻസ് ഫുൾ പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു 7 day ഷൂട്ടേ കാണത്തുള്ളൂ. അതിന് മുന്നേ ഒരു 1 month വർക്ക്ഷോപ്പ്, എല്ലാവരും ഒരുമിച്ച് നിന്ന് മോർണിംഗ് ടു നൈറ്റ്. പായൽ നമ്മുടെ ഡയറക്ടറിന് നല്ല ഐഡിയ ഉണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒരു കറക്റ്റ് സ്പെസിഫിക് മീറ്റർ ഉണ്ട്. ഞാൻ മറ്റ് വർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതിലെ പ്രോസസ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ക്യാൻ പിന്നെ അറിയാലോ, എനിക്ക് സിനിമ ലവേഴ്സ് എല്ലാവർക്കും ക്യാനിൽ പോകുന്നത് ഭയങ്കര Between Murran and All We Imagine Is Light, which is your favorite, like your personal favorite? നോട്ട് ബോത്ത്. ഐ തിങ്ക് ഇനി യെറ്റ് വരാൻ പോകുന്നുള്ളൂ. രണ്ടും എനിക്ക് ഹാർട്ട് ക്ലോസ് ടു ദ ഹാർട്ട് ഫിലിമാണ്. താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? Merin. ഭരൻ. Merin. മെറിൻ. Merin. താങ്ക് യു മെറിൻ. സോ നമ്മുടെ ഓഡിയോ ലോഞ്ചുള്ള ഓഡിയോ അവിടെ സെറ്റ് ആയിട്ടുണ്ട്, കേട്ടാലോ? യെസ്. So നമ്മൾ നേരെ കൈ കാണിക്കുന്നു. മുസ്ലിം കയറുന്നുണ്ടോ? വണ്ടിയുണ്ടോ? ഞാൻ
കളി ബ്രോ ഇതിൽ നിങ്ങൾക്കറിയാവുന്ന രണ്ടുപേരുണ്ട്, അർജുനുണ്ട്, കുട്ടിയുണ്ട്. നടന്നു അപ്പൊ എല്ലാരും കിട്ടും. അപ്പൊ ഞങ്ങളുടെ 29-ാം തീയതി ഞങ്ങളുടെ സിനിമ ഇറങ്ങുവാണ്, മെയിനെ എന്ന് പറഞ്ഞ. അപ്പൊ എല്ലാരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ കേട്ടോ